Today we are going to discuss about passband data transmission. നമ്മൾ നേരത്തെ ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ്റെ കേസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. PCM സിസ്റ്റമൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ബേസ് ബാൻഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇൻ ബേസ് ബാൻഡ് പൾസ് ട്രാൻസ്മിഷൻ എ ഡേറ്റ സ്ട്രീം റെപ്രസെൻറ്റഡ് ഇൻ ദി ഫോം ഓഫ് എ ഡിസ്ക്രീറ്റ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഡയറക്ട്ലി ഓവർ എ ലോ പാസ് ചാനൽ. ഈ ഒരു ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ മെത്തേഡിൽ നമ്മളുടെ ഡിജിറ്റൽ ഫോമിൽ വരുന്ന ആ ഒരു ഡേറ്റ സ്ട്രീമിനെ, അതായത് സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിൽ വരുന്ന ആ ഒരു ഡേറ്റ സ്ട്രീമിനെ ഒരു പൾസ് വേവ് ഫോമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആ ഒരു പൾസ് വേവ് ഫോമാണ് നമ്മളുടെ ചാനൽ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഇൻ ദി കേസ് ഓഫ് passband transmission technique, the incoming data stream is modulated onto a carrier with fixed frequency limits imposed by a bandpass channel of interest. ഈ ഒരു passband transmission കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ ഡിജിറ്റൽ ഡേറ്റ സ്ട്രീമിനെ ഒരു കരിയർ യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്യും. നോർമലി സൈനുസോയിഡൽ കരിയേഴ്സ് ആണ് നമ്മൾ മോഡുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സൈനുസോയിഡൽ കരിയറിന്റെ ഏതെങ്കിലും ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു ഡേറ്റ സ്ട്രീമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരി ചെയ്യുന്നു. ദെൻ അങ്ങനെ കിട്ടുന്ന ആ ഒരു മോഡുലേറ്റഡ് സിഗ്നൽ ആണ് നമ്മൾ ബാൻഡ് പാസ് ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. Then the modulation process involves switching or keying the amplitude, frequency or phase of a sinusoidal carrier in some fashion in accordance with the incoming data. And according to that, we have three basic signaling schemes. First one, amplitude shift keying or ASK. Second one, frequency shift keying or FSK. And third one, phase shift keying or PSK. ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ കീയിങ് എന്ന് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഇതിൽ ASK മോഡുലേഷൻ ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻകമിങ് ഡേറ്റ സ്ട്രീമിന് അനുസരിച്ചിട്ട് നമ്മളുടെ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡാണ് സ്വിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ കീയിങ് ചെയ്യുന്നത്. അതായത് സീറോസ് ആൻഡ് വൺസിന്റെ ഫോമിൽ വരുന്ന ആ ഒരു ഡിജിറ്റൽ ഡേറ്റനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളുടെ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യും. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബൈനറി കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ 0 വരുമ്പോൾ നമ്മളൊരു ആംപ്ലിറ്റ്യൂഡ് യൂസ് ചെയ്യും, 1 വരുമ്പോൾ നമ്മൾ വേറെ ഒരു ആംപ്ലിറ്റ്യൂഡ് യൂസ് ചെയ്യും. ദെൻ അങ്ങനെ കിട്ടുന്ന ആ ഒരു മോഡുലേറ്റഡ് സിഗ്നൽ ആണ് നമ്മൾ ബാൻഡ് പാസ് ചാനൽ വഴി ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ FSK സ്കീം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ടെക്നിക്കിൽ നമ്മളുടെ ഡേറ്റ സ്ട്രീമിനനുസരിച്ചിട്ട് കരിയറിന്റെ ഫ്രീക്വൻസി ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. And in this phase shift keying or PSK technique, the phase of the carrier signal is varied in accordance with the incoming data stream. ഈ മൂന്നെണ്ണമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മളുടെ മോഡുലേഷൻ സ്കീംസ് വരുന്നത്. ഇതുകൂടാതെ ഡിഫറെൻറ്റ് ഹൈബ്രിഡ് മോഡുലേഷൻ സ്കീംസും നമ്മളുടെ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ കേസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ നമ്മൾ PSK ആൻഡ് FSK സ്കീംസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് കോൺസ്റ്റന്റ് എൻവലപ്പ്. അതായത് ഈ ഒരു PSK ആൻഡ് FSK സ്കീമിൽ നമ്മൾ ഫേസ് അല്ലെങ്കിൽ ഫ്രീക്വൻസിയാണ് കരിയറിൻ്റെ ചേഞ്ച് ചെയ്യുന്നത്. കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ നമ്മൾ യാതൊരു ചേഞ്ചും വരുത്തുന്നില്ല. ഓക്കെ, സോ ഈ ഒരു PSK ആൻഡ് FSK കേസിൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് എൻവലപ്പ് ആയിരിക്കും കിട്ടുന്നത്. അതേസമയം നമ്മൾ ASK കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മളുടെ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് നമ്മളുടെ ഡേറ്റ സ്ട്രീമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നത്. സോ നമ്മളുടെ ഇൻകമിങ് ഡേറ്റ സ്ട്രീമിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ്സ് ആയിരിക്കും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു ASK സ്കീമിൽ ഒരു കോൺസ്റ്റന്റ് എൻവലപ്പ് നമുക്ക് കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ PSK ആൻഡ് FSK സ്കീംസ് ആണ് ഈ ഒരു പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ കേസിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് നമുക്ക് ഹൈറാർക്കി ഓഫ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്ക് കൺസിഡർ ചെയ്യാം. ദ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു coherent and non-coherent techniques depending on whether the receiver is equipped with a phase recovery circuit or not. The phase recovery circuit ensures that the oscillator supplying the locally generated carrier wave in the receiver is synchronized in both frequency and phase to the oscillator supplying the carrier wave used to originally modulate the incoming data stream in the transmitter. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ സൈഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ
ട്രാൻസ്മിറ്റർ സൈഡിൽ മോഡുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കരിയർ ഇൻഫർമേഷൻ റിസീവർ സൈഡിലും വേണം. എന്നാൽ മാത്രമേ റിസീവറിന് ട്രാൻസ്മിറ്റ് ചെയ്ത ആ ഒരു സിഗ്നലിൽ നിന്ന് നമ്മളുടെ ഒറിജിനൽ സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കരിയർ റിസീവർ സൈഡിൽ നമ്മൾ ലോക്കൽ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തെടുക്കും. ആ ഒരു ലോക്കലി ജനറേറ്റഡ് കരിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് റിസീവർ ഡീമോഡുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ നമ്മൾ കൊഹറന്റ് ഡിറ്റക്ഷൻ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ റിസീവർ സൈഡിൽ നമ്മൾ ലോക്കലി ജനറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു കരിയർ ദാറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്ലി സിങ്ക്രണൈസ്ഡ് വിത്ത് ദാറ്റ് യൂസ്ഡ് ഇൻ ദി ട്രാൻസ്മിറ്റർ സൈഡ്. നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ യൂസ് ചെയ്ത ആ ഒരു കരിയറിൻ്റെ സെയിം ഫേസും ഫ്രീക്വൻസിയും തന്നെ ആയിരിക്കണം റിസീവർ സൈഡിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കരിയറിനും വേണ്ടത്. ഏത് കേസിൽ? നമ്മളുടെ കൊഹറന്റ് ഡിറ്റക്ഷൻ കേസിൽ. ഓക്കെ, സോ ഇൻ ദി കേസ് ഓഫ് കൊഹറന്റ് ഡിറ്റക്ഷൻ ദി ലോക്കലി ജനറേറ്റഡ് കരിയർ ഇൻ ദ റിസീവർ സൈഡ് ഷുഡ് ബി പെർഫെക്റ്റ്ലി സിങ്ക്രണൈസ്ഡ് ടു ദി കരിയർ യൂസ്ഡ് ഇൻ ദി ട്രാൻസ്മിറ്റർ സൈഡ്. അതേസമയം നമ്മൾ നോൺ കൊഹറന്റ് ഡിറ്റക്ഷൻ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു കേസിൽ നമ്മളുടെ റിസീവർ സൈഡിൽ ഈ ഒരു ഫേസ് സിങ്ക്രണൈസേഷൻ വേണം എന്നുള്ളത് നിർബന്ധമില്ല. സോ ഈ ഒരു നോൺ കൊഹറന്റ് കേസിൽ നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ യൂസ് ചെയ്ത ആ ഒരു സെയിം കരിയർ തന്നെ റിസീവർ സൈഡിൽ ഒരു ലോക്കൽ ഓസിലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കും. ആ ഒരു ലോക്കലി ജനറേറ്റഡ് കരിയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മൾ യൂസ് ചെയ്ത കരിയറിൻ്റെ ആ ഒരു സെയിം ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഫേസ് സിങ്ക്രണൈസേഷൻ അവിടെ നമുക്ക് ഉണ്ടാകില്ല. സോ റിസീവർ സൈഡിൽ ആ ഒരു ഫേസ് സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ നമ്മൾ നോൺ കൊഹറന്റ് സ്കീം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊഹറന്റ് ഡിറ്റക്ഷൻ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റർ സൈഡിൽ യൂസ് ചെയ്യുന്ന കരിയറും റിസീവർ സൈഡിൽ നമ്മൾ ലോക്കലി ജനറേറ്റ് ചെയ്തെടുക്കുന്ന കരിയറും പെർഫെക്റ്റ്ലി സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. ദേ ആർ സിങ്ക്രണൈസ്ഡ് ഇൻ ബോത്ത് ഫ്രീക്വൻസി ആൻഡ് ഫേസ്. അതേസമയം നോൺ കൊഹറന്റ് ഡിറ്റക്ഷൻ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കരിയറും റിസീവർ സൈഡിൽ ലോക്കലി നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു കരിയറും തമ്മിൽ ഒരു ഫേസ് സിങ്ക്രണൈസേഷൻ ഉണ്ടായിരിക്കില്ല. ദെൻ നെക്സ്റ്റ് നമുക്ക് എമ്മറി സിഗ്നലിംഗ് സ്കീമിൻ്റെ കേസ് നോക്കാം. നമ്മൾ ഒരു സിഗ്നലിംഗ് സ്കീം കൺസിഡർ ചെയ്യുമ്പോൾ ബൈനറി സ്കീം വരാം, അതേപോലെ തന്നെ എമ്മറി സ്കീം വരാം. ബൈനറി സ്കീം ആണെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് രണ്ട് സിമ്പിൾസ് ആയിരിക്കും വരുന്നത്, 0യും 1ഉം. ഓക്കെ, ദെൻ ഈ സിമ്പിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് സിഗ്നൽസ് ഉണ്ടായിരിക്കും, S1 ഓഫ് ടിയും S2 ഓഫ് ടിയും. ഈ സിഗ്നൽസാണ് നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേസമയം എമ്മറി സിഗ്നലിംഗ് സ്കീം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് M സിമ്പിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, M1 തുടങ്ങി M വരെയുള്ള സിമ്പിൾസ് നമുക്ക് ഉണ്ടായിരിക്കും. ദെൻ ആ M സിമ്പിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് M സിഗ്നൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇൻ ആൻ എമ്മറി സിഗ്നലിംഗ് സ്കീം we may send any one of M possible signals S1 of t, S2 of t, etc. to Sm of t during each signaling interval of duration t. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു സിമ്പിൾ ഡ്യൂറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടി ആയിട്ടാണ്. ഓരോ ടി സെക്കൻഡ്സിലും നമ്മളുടെ ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് ഓരോ സിമ്പിൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ആ ഒരു സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ടി സെക്കൻഡ്സിലും നമ്മൾ ആ ഒരു കറസ്പോണ്ടിങ് സിഗ്നൽ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു എമ്മറി സിഗ്നലിംഗ് സ്കീം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ M എന്ന് പറയുന്നത് 2n ആയിട്ടാണ് വരുന്നത്. ഇതിൽ n എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. ഓക്കെ, അതായത് n-ന് 1, 2, 3 അങ്ങനെയാണ് ആ വാല്യൂസ് വരുന്നത്. ദെൻ n = 1 ആകുമ്പോൾ നമുക്ക് M = 2^1 അല്ലെങ്കിൽ 2 വരും. അതായത് ബൈനറി കേസായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് രണ്ട് സിമ്പിൾസ് ആണ് n = 1 ആകുമ്പോൾ നമുക്ക് വരുന്നത്, 0യും 1ഉം. ദെൻ n = 2 ആകുമ്പോൾ നമ്മളുടെ M എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2^2 വരും, അല്ലെങ്കിൽ 4 വരും. സോ ഈ ഒരു കേസിൽ നമുക്ക് 4 സിമ്പിൾസ് ആണ് വരുന്നത്. ദെൻ ഈ ഒരു കേസിൽ വരുന്ന സിമ്പിൾസ് 2-bit കോമ്പിനേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. അതായത് 00 തുടങ്ങി 11 വരെയുള്ള ആ ഒരു സിമ്പിൾസ് ആയിരിക്കും നമുക്ക് ഈ ഒരു കേസിൽ വരുന്നത്. അതായത് 00, 01, 10 ആൻഡ് 11 എന്ന് പറയുന്ന ആ ഒരു 4 സിമ്പിൾസ് ആണ് നമുക്ക് M = 4 ആകുമ്പോൾ കിട്ടുന്നത്. സോ ഈ ഒരു എമ്മറി കേസിൽ ആക്ച്വലി നമ്മൾ ബിറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മളുടെ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ
m=2^3 വരുന്ന കേസ് കൺസിഡർ ചെയ്യുക. m=2^3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 8 സിമ്പിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് 0 0 0 തുടങ്ങി 1 1 1 വരെയുള്ള സിമ്പിൾസ് ആണ് വരുന്നത്. അതായത് 3 ബിറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു കേസിൽ നമ്മളുടെ സിമ്പിൾസ് വരുന്നത്. ദെൻ ഇതേപോലെ n=4 ആകുമ്പോൾ നമുക്ക് m=2^4 വരും. ആ ഒരു കേസിൽ നമുക്ക് ടോട്ടൽ 16 സിമ്പിൾസ് ഉണ്ടായിരിക്കും. ദെൻ ആ ഒരു കേസിൽ നമ്മളുടെ സിമ്പിൾസ് വരുന്നത് 4 ബിറ്റ് കോമ്പിനേഷൻ ആയിട്ടായിരിക്കും. അതായത് 0 0 0 0 തുടങ്ങി 1 1 1 1 വരെയുള്ള ആ ഒരു സിമ്പിൾസ് നമുക്കുണ്ടായിരിക്കും. ദെൻ ഈ ഒരു എമ്മറി കേസിൽ നമ്മളുടെ സിമ്പിൾ ഡ്യൂറേഷൻ വരുന്നത് t=n×tb ആയിട്ടാണ്. അതായത് m=2^n ആണ് വരുന്നത്. ഒരു സിമ്പിളിൽ നമുക്ക് n ബിറ്റ്സ് ഉണ്ടായിരിക്കും. ഒരു ബിറ്റിൻ്റെ ഡ്യൂറേഷൻ TB ആണെന്നുണ്ടെങ്കിൽ n×TB ആയിരിക്കും ഒരു സിമ്പിളിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതേസമയം ബൈനറി കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ t എന്ന് പറയുന്നത് TB ആയിരിക്കും വരുന്നത്. കാരണം ബൈനറി കേസിൽ നമുക്ക് 2 സിമ്പിൾസ് ആണ് വരുന്നത്, 0യും 1ഉം. സോ ആ ഒരു കേസിൽ നമ്മളുടെ സിമ്പിൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ബിറ്റ് ഡ്യൂറേഷൻ ആയിരിക്കും. സോ ആ ഒരു സിമ്പിൾ ഡ്യൂറേഷൻ t=TB ആയിരിക്കും ബൈനറി കേസിൽ നമുക്ക് കിട്ടുന്നത്. ദെൻ അതേസമയം നമ്മളുടെ എമ്മറി കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ m എന്ന് പറയുന്നത് =2^n ആണ്. ഒരു സിമ്പിളിൽ നമുക്ക് n ബിറ്റ്സ് വരുന്നുണ്ട്. സോ ഒരു സിമ്പിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് n×TB ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ പാസ് ബാൻഡ് ഡേറ്റ ട്രാൻസ്മിഷൻ ദീസ് സിഗ്നൽസ് ആർ ജനറേറ്റഡ് ബൈ ചേഞ്ചിങ് ദി ആംപ്ലിറ്റ്യൂഡ്, phase or frequency of a sinusoidal carrier in m discrete steps. Thus we have emery ASK, emery PSK and emery FSK digital modulation schemes. ഈ ഒരു എമ്മറി കേസിൽ നമുക്ക് m ഡിഫറൻറ്റ് സിമ്പിൾസ് വരുന്നുണ്ട്. സോ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് മോഡുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ m ഡിഫറൻറ്റ് സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് m ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് ആ ഒരു കേസിൽ എമ്മറി ASK മോഡുലേഷൻ സ്കീം യൂസ് ചെയ്യണം. ദെൻ നമ്മൾ ഫേസ് ഷിഫ്റ്റ് കീയിങ് മോഡുലേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ m സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ സിമ്പിളിനും അതിൻ്റേതായ ആ ഒരു ഫേസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ m ഡിഫറൻറ്റ് ഫേസുകൾ നമുക്ക് യൂസ് ചെയ്യണം. സോ നമുക്ക് എമ്മറി PSK സ്കീം കിട്ടും. ദെൻ നമ്മൾ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് മോഡുലേഷൻ ടെക്നിക്കാണ് ഈ ഒരു എമ്മറി കേസിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ m ഡിഫറൻറ്റ് സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഓരോ സിമ്പിൾസിനും അതിൻ്റേതായ ആ ഒരു കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നമുക്ക് വേണം. സോ നമുക്ക് m ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് ആ ഒരു കേസിൽ യൂസ് ചെയ്യണം. അങ്ങനെ നമുക്ക് എമ്മറി FSK മോഡുലേഷൻ സ്കീമാണ് ആ ഒരു കേസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ഈ ഒരു എമ്മറി സിഗ്നലിംഗ് സ്കീം കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് എമ്മറി സിഗ്നലിംഗ് സ്കീംസ് ആർ പ്രിഫേർഡ് ഓവർ ബൈനറി സിഗ്നലിംഗ് സ്കീംസ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ഓവർ ബാൻഡ് പാസ് ചാനൽസ് when the requirement is to conserve bandwidth at the expense of increased power. When the bandwidth of the channel is less than the required value, we may use emery signaling schemes for maximum efficiency. നമ്മളുടെ ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് എമ്മറി സിഗ്നലിംഗ് സ്കീം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ബൈനറി കേസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈനറി സിഗ്നലിംഗ് സ്കീം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമ്മളുടെ സിമ്പിൾ ഡ്യൂറേഷൻ വരുന്നത് TB ആണ്. ഓക്കെ, സോ ബൈനറി കേസിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1/TB ആയിരിക്കും. അതേസമയം നമ്മൾ എമ്മറി കേസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം m എന്ന് പറയുന്നത് =2^n ആണ്. ഒരു സിമ്പിളിൽ നമുക്ക് n ബിറ്റ്സുകൾ വരുന്നുണ്ട്. സോ ആ ഒരു കേസിലെ സിമ്പിൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് n/TB ആണ്. സോ ആ ഒരു എമ്മറി കേസിൽ നമ്മളുടെ ബാൻഡ് വിഡ്ത്ത് വരുന്നത് 1/n/TB ആയിരിക്കും. സോ നമ്മുടെ റിക്വയർഡ് ബാൻഡ് വിഡ്ത്ത് കുറവാണ്. സോ ചാനൽ ബാൻഡ് വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് ബൈനറി യൂസ് ചെയ്യുന്നതിനേക്കാൾ എമ്മറി സിഗ്നലിംഗ് സ്കീം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ASK, FSK ആൻഡ് PSK കേസുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ദി ASK ആൻഡ് FSK lend themselves naturally to use in non-coherent systems whenever it is impractical to maintain carrier phase synchronization.
റിസീവർ സൈഡിൽ നമുക്ക് ആ ഒരു കരിയർ ഫേസ് സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ നമുക്ക് നോൺ കോഹറൻറ്റ് ASK ആൻഡ് നോൺ കോഹറൻറ്റ് FSK സ്കീംസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നമുക്ക് നോൺ കോഹറൻറ്റ് PSK എന്ന് പറയുന്ന ഒരു മോഡുലേഷൻ സ്കീം ഇല്ല. കാരണം ഫേസ് ഷിഫ്റ്റ് കീയിങ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഫേസ് ഇൻഫർമേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു ഫേസ് ഇൻഫർമേഷനെ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ നോൺ കോഹറൻറ്റ് PSK എന്ന് പറയുന്ന ഒരു മോഡുലേഷൻ സ്കീം അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് ഈ ഒരു നോൺ കോഹറൻറ്റ് PSKക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു മോഡുലേഷൻ സ്കീം നമുക്ക് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഫേസ് ഷിഫ്റ്റ് കീയിങ്. ദിസ് DPSK സ്കീം മേ ബി വ്യൂഡ് ആസ് ദി നോൺ കോഹറൻറ്റ് ഫോം ഓഫ് PSK. ഈ ഒരു DPSK മോഡുലേഷൻ സ്കീം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ മോഡൽ ഡിസ്കസ് ചെയ്യാം. വി മേ മോഡൽ എ പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. ഇവിടെ ഈ ഒരു സെക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളുടെ ട്രാൻസ്മിറ്റർ സൈഡിനെയാണ്. ഈ ഒരു സെക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളുടെ റിസീവർ സൈഡിനെയാണ്. ദെൻ ചാനൽ സെക്ഷനാണ് നമ്മളിവിടെ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ട്രാൻസ്മിറ്റർ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ട്രാൻസ്മിറ്റർ സൈഡ് നമ്മളുടെ ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻഫർമേഷനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ കൺസിഡർ ആൻ ഇൻഫർമേഷൻ സോഴ്സ് ദാറ്റ് എമിറ്റ്സ് one symbol in every t seconds with the symbols belonging to an alphabet of m symbols denoted by m1, m2, etc. to mm. ഈ ഒരു മെസ്സേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ M സിമ്പിൾസ് വരുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എമ്മറി കേസാണ് നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഓരോ T സെക്കൻഡ്സിലും ഈ M സിമ്പിൾസിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമ്മുടെ മെസ്സേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. Then a priori probabilities P of M1, P of M2, etc. to P of MM specify the message source output. Then when the M symbols are equally likely, we have Pi is equal to probability of Mi, and that is equal to 1 by M for all I. ഈ M സിമ്പിൾസും നമ്മൾ ഈക്വലി ലൈക്ലി ആയിട്ടാണ് ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. സോ ഓരോ സിമ്പിളിൻ്റെയും ആ ഒരു പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by M. ദെൻ ദി എമ്മറി ഔട്ട്പുട്ട് ഓഫ് ദി മെസ്സേജ് സോഴ്സ് ഈസ് പ്രസൻറ്റഡ് ടു എ സിഗ്നൽ ട്രാൻസ്മിഷൻ എൻകോഡർ producing a corresponding vector Si made up of n real elements and one such set for each of M symbols. And here the dimension n is less than or equal to m. ഈ ഒരു സിഗ്നൽ വെക്ടറിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ സിമ്പലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിഗ്നൽ വെക്ടർ ഈ ഒരു സിഗ്നൽ ട്രാൻസ്മിഷൻ എൻകോഡർ ഫോം ചെയ്യും. ഈ ഒരു സിഗ്നൽ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആ SI1 to SIN വരെയുള്ള ആ ഒരു വാല്യൂസ് ഉണ്ടായിരിക്കും. ദെൻ ആ n നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ ഗ്രെയിം ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇവിടെ നമ്മൾ നമ്മളുടെ മെസ്സേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു സിമ്പലിനെ ആ ഒരു കറസ്പോണ്ടിങ് n ഡൈമെൻഷണൽ സിഗ്നൽ വെക്ടറായിട്ട് ഈ ഒരു സിഗ്നൽ ട്രാൻസ്മിഷൻ എൻകോഡർ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഈ ഒരു സിഗ്നൽ വെക്ടറാണ് നമ്മളുടെ മോഡുലേറ്ററിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ മോഡുലേറ്ററിലേക്ക് നമ്മളുടെ കരിയർ വേവ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈനുസോയിഡൽ കരിയർ സിഗ്നലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. With the vector Si as input, the modulator constructs a distinct signal Si of t of duration t seconds as the representation of the symbol Mi generated by the message source. ഇവിടെ ഏത് സിമ്പലാണോ മെസ്സേജ് സോഴ്സ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SI എന്ന് പറയുന്ന ആ ഒരു സിഗ്നല് നമുക്ക് ഈ ഒരു മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ കിട്ടി. ദെൻ ഈ SI എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആൻ എനർജി സിഗ്നൽ. ദെൻ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t SI സ്ക്വയർ dt ആണ് വരുന്നത്. നമുക്ക് ടോട്ടൽ M സിഗ്നൽസ് ഉണ്ടെങ്കിൽ ആ M സിഗ്നൽസിൻ്റെയും എനർജിനെ നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ SI എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് സിഗ്നൽ. ദെൻ വൺ സച്ച് സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ എവരി t സെക്കൻഡ്സ്.
Then the particular signal chosen for transmission depends on the incoming message and possibly on the signals transmitted in preceding time slot. ഏത് സിമ്പലാണോ ആ ഒരു മെസ്സേജ് സോഴ്സിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വന്നിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സിഗ്നലാണ് ആ ഒരു പർട്ടിക്കുലർ ടി സെക്കൻഡ് ഡ്യൂറേഷനിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ടി സെക്കൻഡ് ഡ്യൂറേഷനിലും ഓരോ സിമ്പൽ വെച്ചിട്ട് ഇവിടെ വരുന്നുണ്ട്. ദെൻ അങ്ങനെ വരുന്ന ആ ഓരോ സിമ്പലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സിഗ്നലാണ് ആ ഓരോ ടി സെക്കൻഡിലും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് ഈ മോഡുലേറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ASK, PSK അല്ലെങ്കിൽ FSK മോഡുലേഷൻ സ്കീംസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഡിഫറെൻറ്റ് ഹൈബ്രിഡ് മോഡുലേഷൻ സ്കീംസ് ഇവിടെ യൂസ് ചെയ്യാം. അങ്ങനെ SI എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വെക്ടറിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SI എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദെൻ ഈ SI എന്ന് പറയുന്ന സിഗ്നലാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി നമ്മൾ റിസീവർ സൈഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ കൺസിഡറിങ് എ ബാൻഡ് പാസ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ആൻഡ് ഇറ്റ് ഹാസ് 2 ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ സിഗ്നൽ സ്പേസ് കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അവിടെ കൺസിഡർ ചെയ്ത ആ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ, ദി ചാനൽ ഈസ് ലീനിയർ വിത്ത് എ ബാൻഡ് വിഡ്ത്ത് ദാറ്റ് ഈസ് വൈഡ് ഇനഫ് ടു അക്കോമഡേറ്റ് ദി ട്രാൻസ്മിഷൻ ഓഫ് ദി മോഡുലേറ്റഡ് സിഗ്നൽ SI വിത്ത് നെഗ്ലിജിബിൾ ഓർ നോ ഡിസ്റ്റോർഷൻ. And second characteristic is that the channel noise W(T) is the sample function of a wide Gaussian noise process of zero mean and power spectral density N0/2. ദെൻ ഈ ചാനൽ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത SI എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അതിൽ AWGN നോയ്സ് ആഡ് ചെയ്തിട്ടുള്ള X എന്ന് പറയുന്ന സിഗ്നലാണ് റിസീവറിന് കിട്ടുന്നത്. ദെൻ ഈ റിസീവർ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കോറിലേഷൻ റിസീവറാണ്. ഓക്കെ, അതായത് നമ്മളുടെ ഡിറ്റക്ടർ സ്റ്റേജും സിഗ്നൽ ട്രാൻസ്മിഷൻ ഡീകോഡർ സ്റ്റേജും വരുന്ന ആ ഒരു കോറിലേറ്റർ റിസീവർ സെക്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ഡിറ്റക്ടർ സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ റിസീവ് ചെയ്ത X എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ കൊടുക്കുന്നു. ദെൻ ഡിറ്റക്ടർ സ്റ്റേജിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒബ്സർവേഷൻ വെക്ടർ X കിട്ടും. ഈ ഒബ്സർവേഷൻ വെക്ടറാണ് നമ്മളുടെ സിഗ്നൽ ട്രാൻസ്മിഷൻ ഡീകോഡർ സ്റ്റേജിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സെക്ഷൻ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ യൂസ് ചെയ്തിട്ട് ആ ഒരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു റിസീവർ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് 2 ഫങ്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് റിവേഴ്സസ് ദി ഓപ്പറേഷൻസ് പെർഫോംഡ് ഇൻ ദി ട്രാൻസ്മിറ്റർ ആൻഡ് ദി സെക്കൻഡ് വൺ, ഇറ്റ് മിനിമൈസസ് ദി ഇഫക്റ്റ് ഓഫ് ചാനൽ നോയ്സ് ഓൺ ദി എസ്റ്റിമേറ്റ് M കമ്പ്യൂട്ടഡ് ഫോർ ദി ട്രാൻസ്മിറ്റഡ് സിമ്പൽ MI. ദെൻ ഈ ഒരു മൊഡ്യൂളിൽ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോഡുലേഷൻ ടെക്നിക്കുകളാണ്. നമുക്ക് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് അല്ലെങ്കിൽ BPSK മോഡുലേഷൻ പഠിക്കാനായിട്ടുണ്ട്. ദെൻ ബൈനറി ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് അല്ലെങ്കിൽ BFSK മോഡുലേഷൻ പഠിക്കാനായിട്ടുണ്ട്. ദെൻ ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ് QPSK പഠിക്കാനായിട്ടുണ്ട്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിഫറൻഷ്യൽ ഫേസ് ഷിഫ്റ്റ് കീയിങ് മോഡുലേഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് BPSK മോഡുലേഷൻ സ്കീം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.